പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് സദൃശ്യവാക്യം 3:6 വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന ഒരു വചനമാണിത്. ഒന്ന്, ദൈവ പൈതലേ, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ ഓർക്കണം. നീ ദൈവത്തെ ഓർക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടോ? ദൈവത്തെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണോ? ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഉണർന്നത്? അല്ലെങ്കിൽ ഇന്നത്തെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ദൈവത്തെ ഓർത്താണോ? അങ്ങനെയാണെങ്കിൽ അവൻ നിന്റെ പാതകളെ നിരപ്പാക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുപാട് ദുർഘടങ്ങളുണ്ട് മുൻപിൽ പ്രതികൂലങ്ങളാ, കുഴികളൊക്കെയാ, മുള്ളുകളാ, ശരിയായ റോഡുകളൊന്നും അല്ല. പക്ഷേ നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ എല്ലാ വഴികളിലും നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് നാം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ? ഈ ലോകത്തിലുള്ള സകലത്തേക്കാൾ അധികമായി നമുക്ക് യേശുവിനെ സ്നേഹിപ്പാൻ ഒരു മനസ്സുണ്ടോ? ആയതുകൊണ്ട് നമുക്ക് കുടുംബം വേണ്ടെന്നോ, ബന്ധുക്കൾ വേണ്ടെന്നോ, ഫ്രണ്ട്സ് വേണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ ഇവയെക്കാളൊക്കെ അധികമായി നമ്മൾ പ്രാധാന്യം ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. അബ്രഹാം വിശ്വാസിയുടെ പിതാവായതെന്താ? തന്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച മകനെ ബലിയർപ്പിക്കുവാൻ ദൈവം പറഞ്ഞെങ്കിലും ആ ബലിയർപ്പിക്കാൻ താൻ പോകുമ്പോൾ തന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തനിക്ക് വർഷങ്ങളായി കാത്തിരുന്നതിന് ശേഷം ലഭിച്ച അനുഗ്രഹത്തെക്കാൾ അധികമായി ആ അനുഗ്രഹം തന്ന ദൈവത്തിലാണ് അബ്രഹാം വിശ്വസിച്ചത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് വിശ്വസിച്ച് നിങ്ങൾ ഈ കർത്താവിനൊന്ന് മുൻതൂക്കം കൊണ്ട്, കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെന്ന്, എല്ലാ വഴികളിലും, നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ സേവിക്കും. മറ്റുള്ളവർ എന്ത് ചെയ്തോ അത് ഞങ്ങൾക്ക് വിഷയമല്ല. ഇന്ന് ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നു അത് നമുക്ക് വിഷയമല്ലെന്ന്. യേശുവിന് പ്രാധാന്യം കൊടു, യേശുവിനോട് ചേർന്ന് ജീവിക്ക്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വഴികളിൽ ദൈവസാന്നിധ്യം ഇറങ്ങാൻ പോവുക. നിങ്ങൾക്ക് പാതയെ ഒരുക്കാൻ പോവുക. നിങ്ങൾ ഇന്ന് പോകുന്നത് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാത വഴിയായിരിക്കാം. പക്ഷെ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടോ? അതിനെയൊക്കെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നിന്ന് ചെങ്കടലിനെ മാറ്റിയതായ ദൈവം, സ്തോത്രം, ഫറവോനെയും സൈന്യത്തെയും തകർത്ത് കളഞ്ഞവനായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടിയും ചില ശത്രുക്കളെ ഓടിക്കാൻ പോകുക, ചില ശത്രുക്കളെ ഇല്ലാതാക്കാൻ പോകുക. അവരെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ അവരെ ഓർത്ത് തളർന്നു പോകരുത്. ഏലിയാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറഞ്ഞതുപോലെ, നീ എഴുന്നേൽക്കുക, ഇനിയും നിനക്ക് ദീർഘദൂര യാത്ര ചെയ്യാറുണ്ട്. സഹോദര, സഹോദരി, കുഞ്ഞേ, പിതാവേ, മാതാവേ, നിങ്ങൾ തളർന്നിരിക്കാനുള്ളതല്ല. യേശു നിങ്ങളുടെ പാത നിരപ്പാക്കും. ഇന്ന് നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യത്തിൽ നിന്നും യേശു നിങ്ങളെ വിടുവിക്കുമെന്ന്, യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് നിങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ഈ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ആകയാൽ ഇന്ന് കേട്ട ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്ക് പാത നിരത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. നിങ്ങളുടെ കുടുംബം ഇത് എത്ര വലിയ കുഴിയുടെ അനുഭവത്തിൽ കിടക്കുകയാണെങ്കിലും ആ കുഴിയെ നികത്തി ദൈവം മുൻപോട്ട് നയിക്കാൻ പോവുക. നിങ്ങളുടെ മക്കളെ ദൈവം മുൻപോട്ട് നയിക്കാൻ പോവുക. നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഊടാടി സഞ്ചരിക്കുന്ന സകല ദുഷ്ട വ്യാപാരത്തെയും അന്ധകാര ശക്തികളെയും ആവിചാരത്തിന്റെ ശക്തികളെയും തകർത്ത് കളഞ്ഞുകൊണ്ട് ക്രൂശിൽ ജയഭേരി ഒഴുക്കിയ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. നിങ്ങളുടെ ഭാവത്തെ ഏറ്റുപറയുക, യേശുവിനോട് ചേരുക, യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. ദൈവം പാത നിരപ്പാക്കും. ഇന്ന് പകൽക്കാലം അത് നിങ്ങൾക്ക് കാണാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.